പ്രിയമുള്ളവരെ നമസ്കാരം. മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച നായകനും നായികയും, ഈ വിൻറ്റേജ് നായകൻ്റെയും നായികയുടെയും വളരെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കൂടിച്ചേരലാണ് തുടരും എന്ന മലയാള ചലച്ചിത്രം. കണ്ടതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് ഇത്തവണ ഭ്രാന്തൻ്റെ ജൽപ്പനങ്ങളിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം നമുക്ക് സംസാരിക്കാം. തുടരും. കൈപ്പണിയാണ് മോനെ, കൈപ്പണി. പല തനി തങ്കത്തിൽ ഉലയിലിട്ട് ഊതിക്കാച്ചി രാഗി മിനുക്കിയെടുത്ത് പണി തീർത്തിറക്കിയിരിക്കുന്ന സാധനമാണിത്. നിങ്ങളൊരു മോഹൻലാൽ ആരാധകനോ ആരാധികയോ ആയിരിക്കട്ടെ, അല്ലാതിരിക്കട്ടെ, നിങ്ങൾ 6 വയസ്സുള്ളതോ 60 വയസ്സുള്ളവരോ ആയിക്കോട്ടെ, നിങ്ങളൊരു ചലച്ചിത്രം കാണാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫീലുണ്ട്. അത് കണ്ടിറങ്ങുമ്പോൾ കിട്ടേണ്ടുന്നൊരു ഫീലുണ്ട്, ഒരു ഇമോഷണൽ മൊമെൻറ്റ്സ് ഉണ്ട്. അത് ഈ ചിത്രം നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും, തീർച്ച. നല്ല പണിയറിയാവുന്നൊരു സംവിധായകൻ്റെ കയ്യിലേക്ക് ഹൃദയത്തിൽ ജീവിതഗന്ധിയായ കഥകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു കഥാകാരൻ, KR സുനിലെ പോലുള്ളൊരു കഥാകാരൻ, പിന്നെ ഏതൊരു നിമിഷങ്ങളെയും വളരെ ജീവിതഗന്ധിയായ ഏതൊരു നിമിഷങ്ങളെയും അതിന് അർഹമായ രീതിയിൽ അതിൻ്റെ ചാരുതയോടെ ഒപ്പിയെടുക്കാൻ കഴിവുള്ള ഷാജികുമാറിനെ പോലുള്ളൊരു ഛായാഗ്രാഹകൻ. കഥയും കഥാസന്ദർഭങ്ങളും എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അതിന് വേണ്ടുന്ന രീതിയിൽ മേളക്കൊഴുപ്പോടെ ലയവും താളവും ഒരുമിച്ച് ചേർക്കാൻ കഴിവുള്ളൊരു സംഗീതജ്ഞൻ. ഇതിൻ്റെയൊക്കെ കൂടെ മലയാളത്തിൻ്റെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലും. പിന്നെ പറയണോ പൂരം, തീയാണ് മോനെ, കാട്ടുതീ. ഇനിയും ഇതിലെ അഭിനേതാക്കളുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയേണ്ടുന്നത് ഷൺമുഖനെക്കുറിച്ചാണ്. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടു തുടങ്ങുന്നത് നമ്മുടെ വിൻറ്റേജ് ലാലേട്ടൻ്റെ ആ ഒരു ചിരിയും കുസൃതിയും അങ്ങനെ പോകെ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് നമ്മൾ ബെൻസിലേക്കും ഷൺമുഖനിലേക്കും മാത്രമായി ഒതുങ്ങും. അത്രയ്ക്കുണ്ട് ആ ട്രാൻസ്ഫോർമേഷൻ. വിരലുകൾ, നോട്ടം, എന്താ പറയുക, അതൊക്കെ ചുമ്മാ വെറുതെ എത്തി. ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന ഇടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്തുള്ള ഇറങ്ങിയ സിനിമകളിൽ കണ്ടിട്ടുള്ള വലിച്ചുവാരി കെട്ടിട്ടുള്ള ഇടിയോ 500 പേരെ ഇടിച്ചു വയ്ക്കുന്ന നായകനെയൊന്നുമല്ല. ഒരു നായക കഥാപാത്രം വില്ലൻ ചെയ്യുന്ന കഥാപാത്രത്തിന് അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടറിന് ഇടി കൊടുക്കണമെന്ന് നമ്മൾ പ്രേക്ഷകനിലേക്ക് ആ ഒരു വികാരം വന്നു കഴിയുമ്പോൾ ആ സമയത്തുള്ള ഇടിയാണ്. ഇടി എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ഇടി, നല്ല കട്ടയ്ക്കുള്ള ഇടിയാണ്, നാടനിടി. ഷൺമുഖനൊപ്പമോ അല്ലെങ്കിൽ അതിലുപരിയോ എടുത്തു പറയേണ്ടുന്ന ഒരു കഥാപാത്രമാണ് ഇതിലെ CA ജോർജ്, പ്രകാശ് വർമ്മ. ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു മനുഷ്യ എന്ന് നമ്മൾ പ്രേക്ഷകൻ അറിയാതെ ചോദിച്ചു പോകും. അപാര പെർഫോമൻസ്. ഒരു സിനിമയിൽ നായകനൊപ്പമോ അല്ലെങ്കിൽ നായകനിലുപരിയായോ അതിലെ ആൻറ്റാഗോണിസ്റ്റ് കഥാപാത്രം പെർഫോമൻസ് ചെയ്തു തുടങ്ങുമ്പോൾ ആ സിനിമ ഒരു അത്ഭുതമായി പരിണമിക്കുന്നു എന്നുള്ളത് സാർത്ഥകമാക്കുന്ന രീതിയിലുള്ള ഒരു തരം പ്രകടനമാണ് അദ്ദേഹത്തിൻ്റേത്. ഒരു രക്ഷയില്ല, അടിപൊളി പെർഫോമൻസ്, സൂപ്പർ വില്ലൻ. ലാലേട്ടനൊപ്പം തന്നെ കട്ടയ്ക്ക് നിൽപ്പുണ്ട്. ജോർജ് സാറേ, നിങ്ങൾ തുടരും, അതാണ്. പിന്നീട് എടുത്തു പറയേണ്ടുന്നത് ബിനു പപ്പു. എന്തുവാ, പുള്ളിയുടെ അഭിനയത്തെക്കുറിച്ചിട്ട് എനിക്കങ്ങനെ ഇത് പറയാനില്ല. അസാധ്യമായ പ്രകടനമായിരുന്നു പുള്ളിയുടെയും. നിറഞ്ഞ സ്നേഹം മാത്രം ബിനു പപ്പുവിനോട്. ഇവർ മൂവരും കഴിഞ്ഞു കഴിഞ്ഞാൽ ലളിതയായി മലയാളികളുടെ സ്വന്തം ശോഭന. ശോഭനയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കൊടുത്തില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ശോഭനയുടെ സ്വന്തം ശബ്ദത്തിലുള്ള തമിഴ് ചുവയുള്ള ഡബ്ബിങ്ങൊക്കെ നന്നായിരുന്നു. അത് ആ കഥാപാത്രം ആവശ്യപ്പെടുന്നത് തന്നെയാണ്. അല്ല, അതിൽ കൂടുതലൊരു അസാധ്യമായ പ്രകടനത്തിനുള്ള കാര്യങ്ങളൊന്നും പുള്ളിക്കാരിക്ക് കൊടുത്തിരുന്നില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ 2-3 ചില നോട്ടങ്ങളുണ്ട്. ഇതിൽ ആ നോട്ടം നാഗവല്ലിയിലും ക്രൗര്യത നിറഞ്ഞ അല്ലെങ്കിൽ തീഷ്ണമായ ആ നോട്ടം ഏൽക്കുന്നവൻ പതറിപ്പോകുന്ന തരം ആ ഒരു നോട്ടം അത്രയ്ക്കും തീഷ്ണമായതായിരുന്നു. അത് നന്നായി. പിന്നെ അതേപോലെ മോഹൻലാലിനെ കുറിച്ചിട്ടുള്ള മുൻ റോളുകളൊക്കെ ലളിതയുടെ നിഷ്കളങ്കതയിലൂടെ അവതരിപ്പിച്ചതൊക്കെ തിയേറ്ററിൽ ചിരിപ്പെടുത്തി.
പക്ഷേ അവർക്ക് കുറച്ചുകൂടെ അതിശക്തമായ 1-2 ഡയലോഗുകളെങ്കിലും കൂടുതൽ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നീട് മണിയമ്പിള്ള രാജു, ശോഭി തിലകൻ, അമൽ ഡേവിസ്, അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ ഇതിൽ വന്നു പോകുന്നുണ്ട്. എല്ലാവരും നല്ല പ്രകടനമായിരുന്നു. എടുത്തു പറയേണ്ടുന്ന പിന്നെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് എൻ്റെ മുഖപുസ്തക സുഹൃത്തായ റാണീശ്വരൻ. മണിയൻ്റെ അമ്മേ, ആ ഷൺമുഖനെ ആട്ടിയ ആട്ട് ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു, അസാധ്യം. അതുപോലെ നമ്മുടെ ചെക്കൻ സൈഫു മോനെ, നിൻ്റെ രംഗം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുണ്ടെങ്കിലും നന്നായിരുന്നു. പ്രേക്ഷകരോടാണ്. സൈഫു എൻ്റെ അടുത്ത സുഹൃത്താണ്. തരുമൂർത്തിയുടെ പൂപ്പ ഇതിലൂടെയൊക്കെ സെലക്ഷനിലൊക്കെ കിട്ടി പെർഫോം ചെയ്ത് അസാധ്യമായ പ്രകടനം കാഴ്ചവെച്ച് തരുമൂർത്തിയുടെയൊക്കെ അഭിനന്ദനം നേടിയ പയ്യനാണ്, ഭാവിയുള്ളതാണ്. അവൻ്റെ മുഖം കാണാൻ നല്ലതാണ്. അവൻ മുഖം കാണിച്ചിട്ടുള്ളേ ഉള്ളൂ ഈ പടത്തിൽ, എങ്കിലും അവനും തുടരുന്നതായിരിക്കും. സൈഫ് മോനെ, നീയും തുടരുക. സന്തോഷം. ഇനിയും പറയാനുള്ളത് ഈ സിനിമയുടെ കപ്പിത്താൻ മിസ്റ്റർ തരുമൂർത്തി. താങ്ക് യു മാൻ. ഒരു വലിയ കയ്യടി, ഒരു വലിയ സല്യൂട്ട് നിങ്ങൾക്കാദ്യം. മോഹൻലാൽ എന്ന അസാമാന്യ നടനെ, അയാളുടെ സൂപ്പർ താരത്തെ, ആ സൂപ്പർ താരത്തിൻ്റെ സ്റ്റാർഡം ഈ സിനിമയുടെ ടോട്ടാലിറ്റിയെ ഒട്ടും ബാധിക്കാതെ, അല്ലെങ്കിൽ അതിനെ ഈ സിനിമയുടെ ടോട്ടാലിറ്റിയെയോ ഈ കഥയോ സൂപ്പർസീഡ് ചെയ്യാൻ അനുവദിക്കാതെ, അയാളിലെ അഭിനേതാവിൻ്റെ അസാമാന്യ കഴിവുള്ള അയാളുടെ വന്യമായ അഭിനയത്തിനെ മാത്രം കെട്ടഴിച്ചു വിട്ട്, ആ അഭിനേതാവിനെ മാത്രം അഴിഞ്ഞാടാൻ വിട്ട്, എന്നാൽ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഈ വിൻറ്റേജ് ലാലേട്ടൻ്റെ ചില മാനറിസങ്ങളൊക്കെ ഈ സിനിമയിലേക്ക് അതിസമൃദ്ധമായി ചേർത്ത് വെച്ച് നിങ്ങൾ ഈ കഥാപാത്രത്തിൽ ഷൺമുഖനെ ഒരുക്കി, ബെൻസിനെയും ഷൺമുഖനെയും ഞങ്ങൾക്ക് തന്നതിന്, ആ ലാലേട്ടനെ നിങ്ങളൊരു ഫാൻ ബോയ് ലെവലിൽ നിന്ന് ചെയ്ത ആ ലാലേട്ടനെ വീണ്ടും എത്തിച്ചതിന്, പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന് ഒരു ബിഗ് താങ്ക്സ്. നിങ്ങളുടെ ഇത്തരത്തിലുള്ള സിനിമാ സംവിധാന സംരംഭങ്ങളുമായി നിങ്ങൾ തുടരുക. നിങ്ങളുടെ സിനിമകൾ കാണുക എന്നുള്ള ആ ഒരു പ്രയാണം, അല്ലെങ്കിൽ സിനിമകൾ കാണുക എന്നുള്ള ആ ഒരു ശീലം ഞങ്ങൾ പ്രേക്ഷകനും തുടരുന്നതായിരിക്കും. താങ്ക് യു മാൻ ആൻഡ് കൺഗ്രാജുലേഷൻസ്. ഇനി അടുത്തത് പറയാനുള്ളത് രജപുത്ര ഫിലിംസ് രഞ്ജിത്ത്, രജപുത്ര വിഷ്വൽ മീഡിയ രഞ്ജിത്ത്. രഞ്ജിത്ത് ഏട്ടാ, താങ്ക് യു വെരി മച്ച് മാൻ. യാതൊരു തെള്ളിമറിക്കലും കൂടാതെ വാമൊഴികളിലൂടെ മാത്രം ഈ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനഹൃദയങ്ങളുടെ മനസ്സ് നിറച്ച നിങ്ങളുടെ കീശ ഈ ചിത്രം നിറയ്ക്കും. നിങ്ങളും തുടരുക. ഈ സിനിമയിലെ ഒരു ഗാനത്തിൽ ഹരിനാരായണൻ്റെ വരികൾ പറയുന്നത് പോലെ, ഒരു കാലം തിരികെ വരും, ചെറുതൂവൽ ചിരിപകരും, ഇനിയും താനേ കഥ തുടരും. മലയാള സിനിമയുടെ അതികായനായി മോഹൻലാൽ കഥ തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സിനിമയിലൂടെ അത് വീണ്ടും വീണ്ടും അവരെയിട്ട് ഉറപ്പിക്കുകയാണ്. ഇത്രയൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ചിട്ട് പറയാനുള്ളത്. ഈ സിനിമ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 2ാം തവണയാണ് കാണുന്നത്. ആദ്യ ദിവസം കണ്ടിരുന്നു കുടുംബാംഗങ്ങളോടൊപ്പം, 2ാം തവണ കൂട്ടുകാരോടൊപ്പം കണ്ടു. അങ്ങനെ ഇന്നലെയും ഇന്നുമായി 2 തവണ ഈ ചിത്രം ഞാൻ ഇതിനിടയ്ക്ക് കണ്ടു കഴിഞ്ഞു. നിങ്ങളും ഈ ചിത്രം തിയേറ്ററിൽ തന്നെ ആസ്വദിക്കാൻ ശ്രമിക്കുക. കഴിയുന്നത് നല്ല തിയേറ്റർ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ തന്നെ ഈ ചിത്രം വാച്ച് ചെയ്യുക. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. യാതൊരു കാരണവശാലും നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്ക് യാതൊരു നഷ്ടവും ഉണ്ടാവില്ല. മുടക്കുന്ന പൈസയ്ക്ക് നഷ്ടമുണ്ടാവില്ല എന്നുള്ളത് മാത്രമല്ല, ഈ അടുത്തിറങ്ങിയ മലയാള സിനിമയിൽ ഈ കെട്ടിഘോഷിച്ചുകൊണ്ട് ഇറക്കിയ പല പടങ്ങളെക്കാട്ടിലും ഇത് വളരെ മികച്ചു നിൽക്കുന്ന, എല്ലാ തരത്തിലും ടെക്നിക്കാലിറ്റിയിലാണെങ്കിലും അഭിനേതാക്കളുടെ അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെയധികം മികച്ചു നിൽക്കുന്ന ഒരു പടമാണ്. അപ്പം നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക. അപ്പോൾ അടുത്ത ഒരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരേക്കും ഐ ആം സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്.